ഇരുചക്ര വാഹന തട്ടിപ്പിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ നടത്തിയത് സംസ്ഥാന വ്യാപകമായ തട്ടിപ്പ് എന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. മൂവാറ്റുപുഴ മേഖലയിൽ മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ കോളപ്ര സ്വദേശി അനന്തു തട്ടിപ്പ് നടത്തിയത്. രാഗിനാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. രാഗിന് ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞ് സംസ്ഥാന വ്യാപകമായി കോടികൾ പിരിച്ചെടുത്തു എന്നാണല്ലോ പോലീസിന്റെ ആകെയുള്ള കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്? മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലിരിക്കെ കൂടുതൽ പരാതികൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലും ഇയാളുടെ ഭാഗത്തുണ്ടായി എന്നതിന് തെളിവായി നമ്മൾ രാവിലെ ഓഡിയോ സന്ദേശവും പുറത്തുവിട്ടിരുന്നല്ലോ. രതീഷ്, അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ മേഖലയിൽ മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇതൊരു സംസ്ഥാന വ്യാപക തട്ടിപ്പാണ് ഇയാൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തത് എന്ന ബോധ്യത്തിലേക്ക്, എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പരാതി പ്രളയമാണ് ഈ അനന്തുവിനെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലൊക്കെ ആണെങ്കിൽ തന്നെ നിരവധി പേർ പരാതിയുമായി എത്തുകയാണ്. അതായത് 1,20,000-ഓളം രൂപ വില വരുന്ന സ്കൂട്ടറുകളൊക്കെ തന്നെ 60,000 രൂപയ്ക്ക് നൽകാമെന്ന് പറയുന്നു. ഇത് നൽകുന്നത് CSR ഫണ്ട് ഉപയോഗിച്ചാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. മാത്രമല്ല, ഈ താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെയൊക്കെ തന്നെ കരുക്കളാക്കി കോർഡിനേറ്റർമാരാക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. NGO കോൺഫെഡറേഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു തട്ടിപ്പിന് കളമൊരുക്കിയത്. കൂടുതൽ പണം വാങ്ങുന്നു. അവസാനം ആദ്യഘട്ടത്തിൽ സംശയം തോന്നിക്കാത്ത രീതിയിൽ കൃത്യമായി കുറച്ചു പേർക്ക് സ്കൂട്ടറുകൾ നൽകുന്നു. പക്ഷേ അതിനുശേഷം ഈ പണം കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയായി പോലീസ് പറയുന്നത്. കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്ന മറ്റ് സംഘടനകളുടെ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഒരു ഓഡിയോ ഈ അറസ്റ്റിലായ ശേഷം അനന്തു പങ്കുവച്ചിരുന്നു. അത് പങ്കുവയ്ക്കുന്നത് ഇതാണ്: അതായത് തനിക്ക് എതിരെ കൂടുതൽ പരാതി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പരാതി വന്നാൽ താൻ ഇറങ്ങുന്നത് വൈകും, താൻ വന്നിട്ടത് വീണ്ടും തയ്യാറാക്കി തരും സ്കൂട്ടറുകൾ എന്നാണ് പറയുന്നത്. അതായത് ഈ തട്ടിപ്പിൽ അറസ്റ്റിലായ ശേഷവും പിന്നെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഞ്ചന നടത്തി ഈ തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇയാളുടെ കൂട്ടാളികളെ സംബന്ധിച്ചുള്ള പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഇയാൾക്കൊപ്പം തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുകയാണ്. ഇത് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വ്യാപകമായ രീതിയിലുള്ള തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകളും ഏറെയാണ്. ശരി, ഇരുചക്ര വാഹന തട്ടിപ്പിൽ അനന്തു കൃഷ്ണൻ നടത്തിയത് സംസ്ഥാന വ്യാപകമായ വലിയ തട്ടിപ്പാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൂവാറ്റുപുഴയിൽ മാത്രം 9 കോടി രൂപയുടെ തട്ടിപ്പ്. പകുതി വിലയ്ക്ക് സ്കൂട്ടറുകൾ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, അങ്ങനെ പലതും നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ അരങ്ങേറിയത് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. രാഗിനാണ് ആ വിവരങ്ങൾ നൽകിയത്.